സെൽഫി. ന്യൂസ് സെൽഫിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സമകാലിക വിഷയങ്ങളിൽ ക്യാമ്പസുകളുടെ ഹൃദയത്തുടിപ്പുകൾ തേടിയുള്ള ഒരു യാത്രയിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ്സ് മീഡിയ വില്ലേജിലാണ്. ഇപ്പൊ നമുക്കറിയാം, ശരിക്കും ഇപ്പോൾ ഒരു നവംബർ മാസമാണ് അല്ലെ? ഈ 2016 നവംബർ മാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കേരളം 60 വർഷം തികഞ്ഞ ഒരു വർഷമാണിത്. അപ്പൊ നമ്മുടെ കേരളം 60 വർഷം തികയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ്, എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ കേരളം? അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ക്യാമ്പസിൽ ചർച്ച ചെയ്യുന്നത്. ഈ അവസരത്തില് എനിക്കൊരു കവിവചനം ഓർമ്മ വരികയാണ്. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ എന്ന് ഈ കവിവചനം ഓർമ്മ വരുമ്പോൾ നമുക്കറിയാം ഈ ഒരു അവസരത്തിൽ നമ്മുടെ കേരളം 60 വർഷം തികഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ക്യാമ്പസിലെ അല്ലെങ്കിൽ ഈ ഒരു യുവതലമുറയുടെ അഭിപ്രായങ്ങൾ നമുക്കറിയാം നമ്മുടെ കേരളത്തെ കുറിച്ച്. അവരാണല്ലോ നമ്മുടെ ഇനിയുള്ള ഭാവി തലമുറയുടെ അല്ലെങ്കിൽ നമ്മുടെ ഭാവി കേരളത്തെ കാണാൻ പോകുന്ന അവരാണ്. ഇന്ന് 60 കഴിഞ്ഞ കേരളം എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് യുവതലമുറയോട് ചോദിച്ചറിയാം. ഹലോ ഹലോ അപ്പൊ ഇത് ഞങ്ങളൊരു ഗുഡ്നെസ് ടിവിയുടെ ഒരു പ്രോഗ്രാമാണിത്. അപ്പൊ ഇത് ഒരു ക്യാമ്പസ് പ്രോഗ്രാമാണ്. നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് യൂത്ത് സെൽഫി എന്നാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ? യൂത്ത് സെൽഫി എന്നുള്ള പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. അപ്പം അറിയാൻ വയ്യ. അപ്പൊ നമുക്ക് പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഈ ക്യാമ്പസുകളിൽ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് സമകാലിക വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. അപ്പൊ നിങ്ങളുടെ ക്യാമ്പസിൽ ഞങ്ങൾ അതുപോലെ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വന്നിരിക്കുകയാണ്. നവംബർ മാസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? കേരളപ്പിറവിയാണ് അല്ലെ? അപ്പം ശരിക്കും നമ്മുടെ കേരളത്തിനെ കുറിച്ച് തന്നെ നമുക്ക് ഈ ഒരു ക്യാമ്പസിൽ ചർച്ച ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ക്യാമ്പസിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഇപ്പൊ നമുക്കറിയാം കേരളം 60ാമത്തെ വയസ്സ് തികഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഈ 60 വയസ്സ് തികഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും കേരളത്തിന്റെ ഒരു അവസ്ഥ എന്താണ്? അപ്പൊ നമ്മുടെ കേരളത്തിലെ എന്തൊക്കെ നേട്ടങ്ങളുണ്ട്, എന്തൊക്കെ പോരായ്മകളുണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്? 60 വയസ്സ് തികഞ്ഞ നമ്മുടെ ഈ കേരളത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ ശരിക്കും നിങ്ങൾ ഈ ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് മീഡിയ വില്ലേജിലെ മാധ്യമ വിദ്യാർത്ഥികളാണ്. അപ്പൊ ഭാവിയിലെ മാധ്യമ പ്രവർത്തകരാകാൻ സാധ്യതയുള്ള കുട്ടികളാണ്. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാം. കേരളം പിറന്നിട്ട് 60 വർഷം തികഞ്ഞു ഈ നവംബർ ആയപ്പോഴത്തേക്കിനും. പല കാര്യങ്ങളിലും കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാളും മുന്നിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ദുരാചാരങ്ങളോ പണ്ടുണ്ടായിരുന്ന അൺടച്ചബിലിറ്റി അല്ലെ തൊട്ട് തീണ്ടായ്മ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നില്ല. അത് പാടെ തൂത്തു മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈക്വലായിട്ട് ജാതിയുടെ കാര്യത്തിലോ അല്ലെ മതത്തിന്റെ കാര്യത്തിലോ ആരെയും പല തട്ടിൽ ട്രീറ്റ് ചെയ്യുന്നില്ല. കേരളത്തിൽ എല്ലാവരും ഒരേ മനുഷ്യരെന്നുള്ള സങ്കല്പത്തിലാണ് കേരളത്തിൽ എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ കേരളം 60ാമത്തെ പിറന്നാള് ആഘോഷിക്കാൻ വേളയില് എല്ലാ കാര്യത്തിലും മുൻപന്തിലാണ്. എഡ്യൂക്കേഷൻ മുതലായവ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ ഉള്ള ഒരു സംസ്ഥാനം കേരളം തന്നെയാണ്. പിന്നീട് മറ്റുള്ള സംസ്ഥാനങ്ങൾ നമുക്കറിയാം, ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും, പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ദളിതർക്ക് നേരെ ഉള്ള ആക്രമണം അതുപോലുള്ള ഒരുപാട് ഹീനകൃത്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കണ്ടുവരുന്നതാണ്. പക്ഷെ കേരളത്തിൽ അവയെല്ലാം പഴമയുടെ തിന്മകളെയെല്ലാം നമ്മൾ തൂത്തു തുടച്ച് കളഞ്ഞുകൊണ്ട് ഓരോ ദിവസവും നാളെയിലേക്ക് എന്ത് എന്നുള്ളത് ഇന്നത്തെ യുവജനങ്ങളടക്കം എല്ലാവരും അതിനെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. കേരളത്തില് ഇപ്പൊ ഒരു പുതിയതായ പ്രവണത വന്നേക്കുന്നത് കൃഷി എന്ന് പറയുന്ന ആ ഒരു ജീവിതചര്യ മാറ്റിയിട്ട് ഇപ്പൊ എല്ലാവരും വൈറ്റ് കോളർ ജോബ്സിന്റെ പുറകെയാണ്. അതൊരു പോരായ്മ, അത് കേരളത്തിന്റെ ഒരു പോരായ്മയാണ്. തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മളിങ്ങോട്ടുള്ള ഭക്ഷ്യവസ്തുക്കളെല്ലാം വരുന്നതെന്നാണ്. അത് മൊത്തത്തിലുള്ള ഒരു സംസാരമാണ്, അത് സത്യമാണ്. അത് കൂടുതലും വിഷവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് കേരളത്തിൽ തന്നെ അത് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ എല്ലാവരും വൈറ്റ് കോളർ ജോബ്സിന്റെ പുറകെയാണ്. നിങ്ങൾ പറഞ്ഞു കേരളത്തിന് ഒരുപാട് ഉയർച്ചകളുണ്ട് എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ എന്താണ് ഈ ശരിക്കും മറ്റ് സംസ്ഥാനങ്ങൾക്ക് അത്രയും വളർച്ചയില്ല, കേരളത്തിൽ അതിലും വളർച്ചയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളെക്കാട്ടിലും വളർച്ച കേരളത്തിന് ഉണ്ടായിരിക്കുന്നത്? അതിന് പ്രധാനമായിട്ട് പറയാനുള്ള അതിന്റെ എഡ്യൂക്കേഷനാണ്. അപ്പൊ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ വേർതിരിവൊന്നുമില്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് എഡ്യൂക്കേഷൻ ആണെങ്കിലും എന്താണെങ്കിലും നൽകുന്നുണ്ട്. അതിനിപ്പോ പാരന്റ്സ് ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും എല്ലാം കൊണ്ടും എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. അപ്പൊ എഡ്യൂക്കേഷൻ ഇക്വാലിറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ്.
ഇവിടെ ആര്യ പറഞ്ഞു ഇങ്ങനെ ഗേൾസിനും ബോയ്സിനും ഇക്വാലിറ്റി ഉണ്ടെന്ന്. പഴയ കാലത്തെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഇക്വാലിറ്റി ഉണ്ട്. പക്ഷെ എങ്കിലും ഇപ്പോ ഗേൾസിനെയൊക്കെ ഒരു ഓർത്തഡോക്സ് മൈൻഡോട് കൂടിയാണ് പ്രത്യേകിച്ച് മലയാളികൾ നോക്കി കാണുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു ഡ്രസ്സിങ്ങിന്റെ കാര്യമാണെങ്കിൽ പോലും നമ്മുടെ പാരന്റ്സ് ആണെങ്കിൽ നമ്മളോട് പറയും നാട്ടിൽ വേണ്ട, പുറത്തു പോയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ. കാരണം നമ്മുടെ ഡ്രസ്സിന്റെ ലെങ്ത് നമ്മുടെ ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു ഇനീക്വാളിറ്റി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതും കേരളത്തിലാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടുത്തെ പൊളിറ്റിക്സ് ആണ് ആദ്യം മനസ്സിലേക്ക് വന്നത് മാഡം ചോദിച്ചപ്പം. അതായത് നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകാർ ഒരു പോസിറ്റീവ് കാര്യം പറഞ്ഞാൽ മറ്റേ ഗ്രൂപ്പ് അത് എങ്ങനെ നെഗറ്റീവ് ആക്കാന്നേ നോക്കത്തുള്ളൂ. പിന്നെ ഹർത്താലൊക്കെ നമ്മൾ ദേശീയ ഉത്സവം പോലെയൊക്കെ ഇവിടെ ആഘോഷിക്കുന്ന ആ ഒരു ട്രെൻഡ്, എനിക്ക് അതാണ് കേരളത്തെ പറ്റി ചോദിച്ചപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്ന രണ്ട് കാര്യങ്ങൾ. ഇപ്പം മലയാളികളുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാം പുറത്തുള്ളതിനെല്ലാം ഒരു അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ത്വരയുണ്ട്. ഇപ്പൊ ഫുഡ് സ്റ്റൈൽ ആണെങ്കിലും ഡ്രസ്സിംഗ് ആണെങ്കിലും കൾച്ചർ ആണെങ്കിലും എല്ലാ ഒരു ലാംഗ്വേജ് ആണെങ്കിലും ഇപ്പം മലയാളം പറയുന്ന കുട്ടികളെ അധികാരം പ്രോത്സാഹിപ്പിക്കാറില്ല. സ്കൂളുകളിലാണെങ്കിലും മാതൃഭാഷയെക്കാളും കൂടുതൽ ഇംഗ്ലീഷ് വേണം, എന്റെ മകൻ നന്നായിട്ട് ഇംഗ്ലീഷ് പറയണം, അല്ലെങ്കിൽ മകള് നന്നായിട്ട് ഇംഗ്ലീഷ് പറയണം എന്നുള്ളൊരു എന്താ പറയാ അതൊരു സ്റ്റാൻഡേർഡിന്റെ ഒരു ഇതായിട്ട് വെച്ചേക്കുവാണ് എല്ലാവരും. അപ്പൊ അതൊരു ഡ്രോബാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരിക്കും നമ്മുടെ കേരളം രൂപീകരിച്ചതേ ഒരു ഭാഷയുടെ പേരിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് മറക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ തമിഴ്നാടിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവർ ശരിക്കും അവരുടെ ഭാഷ കൈവിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും അവരില്ല. അപ്പൊ നമ്മുടെ ശരിക്കും മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു വലിയ ഒരു മൈനസ് പോയിന്റ് ആണ് നമ്മുടെ ഭാഷയെ നമ്മൾ മറക്കുന്നു എന്നുള്ളത്. അപ്പൊ നമ്മുടെ കേരളം പുരോഗമിക്കുമ്പോൾ തോറും ശരിക്കും നമ്മുടെ മലയാളത്വവും നമ്മുടെ കേരളീയവും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ സ്വന്തം അമ്മയെ സ്നേഹിക്കുന്നത് പോലെയാണ് സ്വന്തം നാടിനെ സ്നേഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭാഷയും നമ്മൾ സ്നേഹിക്കേണ്ടത്. അത് നമ്മുടെ അമ്മയാണ്. അപ്പോൾ അത്ര ഒരു റെസ്പെക്ട് നമ്മൾ ആ ഭാഷയ്ക്ക് കൊടുക്കണം. അതിലൂടെയാണ് നമ്മൾ വളർന്നു വരുന്നത്. ഞാൻ അമ്മയെന്ന് വിളിക്കുന്ന മലയാളത്തില, അല്ല മമ്മിയെന്നും അന്നല്ല ഞാൻ ആദ്യമായി വിളിക്കുന്നത്. ചിലപ്പോൾ ഇപ്പോൾ കുട്ടികൾ ജനിക്കുമ്പോൾ വിളിക്കുന്നുണ്ടാവും, ഞാൻ അമ്മയെന്നാണ് വിളിച്ചത്. അതുകൊണ്ട് പറയാം, നമ്മുടെ ഭാഷ നമ്മൾ സ്നേഹിക്കുക. ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇന്നും സ്വയം പര്യാപ്തരല്ല എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ഓരോ മലയാളികൾക്ക് നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ തൊടിയിൽ നമുക്ക് കഴിക്കാവുന്ന ഭക്ഷണം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പക്ഷെ ഏത് മലയാളിയാണ് ഇന്നത് ചെയ്യുന്നത്? സ്വന്തമായിട്ട് സമ്പാദിച്ചു കൂട്ടുക എന്നുള്ള ഒരു പണത്തിന് പുറകെ ഓടുന്ന ഓട്ടത്തിനിടയിൽ ആരും അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. പല സംസ്ഥാനങ്ങളെയും നമ്മൾ ആശ്രയിക്കുന്നു. അതുമൂലം അവിടുന്ന് വിഷം അടിച്ചു കയറ്റി വരുന്ന പച്ചക്കറിയും ധാന്യങ്ങളും ഇങ്ങോട്ട് വന്ന് അത് കഴിച്ച് നമ്മൾ രോഗികളാവുന്നു. ഇപ്പൊ മരുന്നിന്റെ കാര്യത്തിൽ അല്ലെ മെഡിസിൻസിന്റെ കാര്യത്തിലാണ് നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഭക്ഷണത്തെക്കാളും കൂടുതലും മലയാളികൾ ഇപ്പം മരുന്നിനെയാണ് ആശ്രയിക്കുന്നത്. അതേപോലെ തന്നെ വിവാഹമോചന നിരക്ക്, ബാലപീഡന നിരക്ക്, സ്ത്രീപീഡന നിരക്ക്, പിന്നെ ക്രിമിനൽസ് കൂടി വരുന്നു നമ്മുടെ സമൂഹത്തിൽ. ഇതിലൊക്കെ കേരളം മറ്റു പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ആയിരുന്നു ഇതിനു മുമ്പ് അതിൽ ഏറ്റവും മുകളിലത്തെ സ്ഥാനം വഹിച്ചിരുന്നത്. അതിനേക്ക് അടുത്തേക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കൊച്ചിയാണ് ഇന്ന് ലഹരി ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിലെ സ്ഥലങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലായിട്ട് നിൽക്കുന്നത്. ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ സ്ഥാനം ഇപ്പൊ കേരളത്തിലാണ്. പഞ്ചാബോ അതുപോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനം കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളമാണ് ലഹരി ഉപയോഗിക്കുന്ന ഏറ്റവും മുകളിൽ നിൽക്കുന്ന സംസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ ഇതിൽ നിന്നൊക്കെ ഒരു ചേഞ്ചസ് ഉണ്ടാകത്തുള്ളൂ. കണക്കുകളുടെ കാര്യത്തിൽ ഇങ്ങനെ കൂടിക്കൂടി പോകുമ്പോഴും നമ്മൾ നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ് നോക്കുന്നത്. അപ്പൊ എപ്പോഴും ഓർക്കണം, ഒരു വ്യക്തി ചേരുന്നതാണ് കുടുംബം, ആ കുടുംബം ചേരുമ്പോഴാണ് സമൂഹം, ആ സമൂഹം ചേരുമ്പോഴാണ് ഒരു നാടുണ്ടാവുന്നത്. അപ്പോ നമ്മള് പോസിറ്റീവ്സ് മാത്രം പുകഴ്ത്തി പറഞ്ഞ് എപ്പോഴും നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. അതിലേക്കൊന്നും ഈ 60 വർഷമായിട്ടും നമ്മൾ ആ കാര്യത്തിലേക്കൊന്നും ശ്രദ്ധ തിരിക്കുന്നില്ല. അപ്പൊ നമ്മുടെ കേരളം ശരിക്കും 60 വർഷം തികഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിന്റെ ജനാധിപത്യം എങ്ങനെയാണ്, നമ്മുടെ രാഷ്ട്രീയം എങ്ങനെയാണ്, രാഷ്ട്രീയത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്, എന്തൊക്കെ മാറ്റങ്ങൾ രാഷ്ട്രീയത്തിൽ നമുക്ക് വരുത്താനായിട്ട് സാധിക്കും? അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായം? ഇപ്പൊ 5 വർഷം കൂടുമ്പോൾ നമ്മൾ കേരളത്തിന്റെ അവസ്ഥ അനുസരിച്ച് 5 വർഷം കൂടുന്നവരും രാഷ്ട്രീയ പാർട്ടികൾ മാറി വരുന്നുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ അത് നല്ലതാണെന്നാണ്. കാരണം അടുത്ത ഒരു പാർട്ടിക്ക് ചിലപ്പോൾ മാക്സിമം ചെയ്തു, അവരങ്ങനെ തന്നെ ചെയ്യട്ടെ. അപ്പോൾ അടുത്തൊരു പാർട്ടി വരുമ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യും എന്നൊരു വിശ്വാസം മലയാളികൾക്കുണ്ട്. അതുകൊണ്ടാണ് 5 വർഷം ഒരു പാർട്ടി ഇരുത്തുന്നു, അടുത്ത 5 വർഷം അടുത്ത പാർട്ടി ഇരുത്തുന്നു. പക്ഷേ ഇവിടെ 2 പാർട്ടിക്കാരും ചെയ്യുന്നത് എന്താ? അവർ 5 വർഷം ഇരിക്കുന്നു, അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു, അടുത്തവർ വരുന്നു, അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു. സ്വന്തം വീട്ടുകാരെയും നാട്ടുകാരെയും വളർത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ സമാന കാലത്ത് ഇഷ്ടംപോലെ പ്രശ്നം നമ്മൾ കേൾക്കുന്നതാണ്. കേരള രാഷ്ട്രീയത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയെന്ന് തന്നെ പറയാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് അതൊരു പൊതുപ്രവർത്തനമായിരുന്നു. അതായത് ഇപ്പോ ഒരു വിദ്യാർത്ഥിക്കോ അല്ലെങ്കിൽ ഒരു ജോലിയുള്ള ഒരാൾക്കോ പൊതുസമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇന്ന് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു തൊഴിൽ അല്ലെങ്കിൽ ഒരു ജോലി, ആളുകളെ എങ്ങനെ പറ്റിച്ച് ജീവിക്കാം എന്നൊരു തൊഴിലിലേക്ക്, ആ ഒരു രീതിയിലേക്ക് കേരളത്തിലെ അവസ്ഥ മാറിയിരിക്കുന്നു.
ക്യാമ്പസിൽ ചർച്ച ചെയ്യുന്നത് 60 തികഞ്ഞ നമ്മുടെ കേരളത്തെക്കുറിച്ചാണ്. അപ്പൊ ഈ കൊച്ചു കേരളത്തെക്കുറിച്ചുള്ള ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് പോരായ്മകളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ചെറിയ കാഴ്ച കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. മലയാളം എന്ന മനോഹാരിത ഭൂപടത്തിൽ ഇടം തേടിയിട്ട് 60 ജന്മദിനങ്ങളാണ് കടന്നുപോകുന്നത്. 1956 നവംബർ 1 ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട കേരളമെന്ന ദൈവത്തിന്റെ സ്വന്തം നാട്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട് 60 വർഷമായി കേരളം. ഇതേ സമയത്ത് മറ്റ് സംസ്ഥാനങ്ങൾ കർണാടകയും തമിഴ്നാടും ഒക്കെ ദേശാടിസ്ഥാനത്തിലുള്ള പേരുമായി വന്നെങ്കിലും പിന്നീട് തിരുത്തി ഭാഷകളാക്കി. പക്ഷെ കേരളത്തിന് ഇന്ന് വരെ മലയാളം എന്ന പേര് വേണം എന്ന് ആവശ്യപ്പെടാൻ പോലും മലയാളിക്ക് സന്നദ്ധനായിട്ടില്ല. ഇത് വലിയ ഒരു പ്രശ്നമാണ്. ഭാഷയോടുള്ള വലിയ ഒരു അവഗണനയാണ് കേരളം എന്ന പേർ നിലനിർത്തുന്നതിൽ. ദേശത്തേക്കാൾ വലിയ സ്വത്വമാണ് ഭാഷയുടെ സ്വത്വം. സംസ്ഥാനത്തിന്റെ ശൈശവകാലത്ത് 9 ജില്ലകളിലായി 1,46,00,000 ജനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്നത് 14 ജില്ലകളിലായി 3,56,00,000 എത്തി നിൽക്കുന്നു. കളിൽ ആരംഭിച്ച കേരള മോഡൽ വികസനം ഇന്ന് ദേശീയ ശ്രദ്ധ കൈവരിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ വ്യാപനം, ആരോഗ്യ പരിരക്ഷ, ആയുർദൈർഘ്യം, കുറഞ്ഞ ശിശുമരണ നിരക്ക്, സമ്പൂർണ്ണ സാക്ഷരത എന്നീ മാനദണ്ഡങ്ങളിൽ ഈ കേരവൃക്ഷങ്ങളുടെ നാട് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണെന്ന് മാത്രമല്ല, ചില വികസിത രാജ്യങ്ങളോട് പോലും തുല്യത നേടിക്കഴിഞ്ഞു. കഴിഞ്ഞ 60 വർഷം കേരളീയ ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനം ഉണ്ടായിട്ടുണ്ട്. പരിവർത്തനങ്ങളുടെ ഒരു പെരുവെള്ളപ്പാച്ചിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഏറ്റവും പ്രധാനമായും നവോത്ഥാന പ്രസ്ഥാനവും അതുണ്ടാക്കിയ ഉണർവും അത് പ്രത്യേകമായി പരാമർശിക്കാതിരിക്കാൻ നിർവാഹമില്ല. അതുപോലെ തന്നെ പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറ കൂടുതൽ വികാരരഹിതരായി മാറിപ്പോയിരിക്കുന്നു എന്നുള്ള ഒരു വൈകാരിക പ്രതികരണങ്ങൾ, ഇരുത്തം വന്ന വൈകാരിക പ്രതികരണങ്ങൾ മുമ്പ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഇരുത്തം വന്ന വൈകാരിക പ്രതികരണങ്ങളുടെ ഒരു കാലഘട്ടം കഴിഞ്ഞുപോയോ എന്ന് ബലമായി സംശയിക്കുന്നു ഞാൻ. 19ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് 20ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധത്തിൽ അവസാനിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൂടെയാണ് കേരളത്തിൽ നിലനിന്നിരുന്ന ജാതീയമായ വിവേചനങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും ഒരവസാനം കുറിച്ചത്. വിവിധ സാമൂഹിക വിഷയങ്ങളിൽ പുരോഗതി കൈവരിച്ച് മുന്നോട്ടു പോകാൻ കേരളത്തിന് കഴിയുന്നുണ്ടെങ്കിലും നമ്മുടെ നഗരങ്ങളും പുഴകളും നിരന്തരം മലിനപ്പെട്ടുവരുന്നത് ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തെ പിന്നോട്ടടിക്കുന്നു. അതോടൊപ്പം 28 ലക്ഷം ഹെക്ടർ നെൽകൃഷിയുണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് 2.5 ലക്ഷം ഹെക്ടർ നെൽകൃഷി മാത്രമേയുള്ളൂ. ഇത് കാർഷിക രംഗത്തെ വലിയ വീഴ്ചയാണ്. വ്യാവസായിക വിപ്ലവം ഉണ്ടാകാത്തത് ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പന്നർക്ക് വരുമാനമുള്ള തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതുകൊണ്ടാണ്. ഇത് കേരളത്തിന്റെ വികസന പരാജയമാണ്. അതോടൊപ്പം ധാരാളം മഴ ലഭിക്കുന്ന ഈ ഗോഡ്സ് ഓൺ കൺട്രിയിൽ വെള്ളം സംഭരിച്ചു നിർത്താൻ പറ്റാത്തതും
വരൾച്ചയുടെ ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റി. വൈദ്യുതി ഉപയോഗത്തിന് 70% പുറത്തുനിന്നും വാങ്ങണമെന്നുള്ളതും കേരളത്തിന്റെ വികസന മുരടിപ്പായി കണക്കാക്കുന്നു. ഒപ്പം വളർന്നുവരുന്ന ജാതിചിന്തയും പീഡനങ്ങളും കൊലപാതകങ്ങളും 60 തികഞ്ഞ കേരളത്തിന്റെ മുറിവുകളാണ് എന്നുള്ളതും ഓരോ മലയാളിയും ചിന്തിക്കേണ്ട വസ്തുതയാണ്. കേരള സംസ്ഥാന രൂപീകരണത്തിന്റെ 60ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അഭിമാനിക്കുവാൻ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ശാസ്ത്ര, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ വലിയ മുന്നേറ്റം നടത്തുവാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു രംഗമാണ് നമ്മൾ എങ്ങനെ നമ്മുടെ പ്രായമുള്ളവരെ പരിപാലിക്കുന്നു എന്നത്. പണ്ടൊക്കെ നമ്മുടെ മാതാപിതാക്കള് വീടുകളിലാണ് താമസിച്ചിരുന്നത്. അവരെ നമ്മൾ ബഹുമാനിച്ചിരുന്നു, ശുശ്രൂഷിച്ചിരുന്നു. ഇന്ന് പല മാതാപിതാക്കളും വൃദ്ധ സദനങ്ങളിലേക്ക് മാറ്റപ്പെടുന്നു. അവർക്ക് വേണ്ടത്ര സംരക്ഷണം ലഭിക്കുന്നില്ല. ചിലപ്പോൾ ചില വാർത്തകളൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. സ്വന്തം മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടിട്ട് കടന്നു കളഞ്ഞു എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇപ്രകാരമുള്ള രംഗങ്ങളിൽ നമ്മൾ ഇനിയും ഒത്തിരിയേറെ വളരേണ്ടിയിരിക്കുന്നു, ഹൃദയ വിശാലതയുള്ളവരായി മാറേണ്ടിയിരിക്കുന്നു. ഇത് ഞങ്ങളെ ഗുഡ്നസ് ടിവിയുടെ ഒരു യൂത്ത് സെൽഫി എന്നൊരു ക്യാമ്പസ് പ്രോഗ്രാമാണ്. അപ്പൊ നിങ്ങളുടെ കോളേജിൽ ഞങ്ങൾ ഇവിടെ ഒരു യൂത്ത് സെൽഫിയുടെ തന്നെ നമ്മുടെ ഈ ഒരു ഡിബേറ്റ് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കുറെ സുഹൃത്തുക്കൾ അവരുടെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ വിഷയം, നിങ്ങളുടെ കോളേജിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയം, നമ്മുടെ കേരളം ഇപ്പം 60 വയസ്സ് തികഞ്ഞു നിൽക്കുകയാണ് അല്ലെ. അപ്പൊ 60 വയസ്സ്, അപ്പൊ നമുക്കറിയാം ഒരു മനുഷ്യന്റെ കാര്യമാണെങ്കിലും 60 വയസ്സ് തികഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു മനുഷ്യന്റെ പിന്നീടുള്ള അല്ലെങ്കിൽ പിന്നിട്ട ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമ്മൾ നോക്കാറുണ്ട്, നമ്മൾ ആലോചിക്കാറുണ്ട്, എന്തൊക്കെ ഞാൻ നേടി അല്ലെങ്കിൽ എന്തൊക്കെ എനിക്ക് പോരായ്മകൾ സംഭവിച്ചു അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 60 വർഷം നമ്മൾ കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. അപ്പൊ പൂർത്തിയായി ഇരിക്കുകയാണ് നമ്മളിപ്പോ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, അപ്പൊ അതിനെക്കുറിച്ചാണ് നിങ്ങളോട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. പ്രകൃതിയിൽ തന്നെ ഇപ്പൊ കേരളം എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പച്ചപ്പും അങ്ങനെ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിരുന്നു. പക്ഷെ കാലഘട്ടങ്ങൾ പിന്നിടും തോറും നമ്മളിപ്പോഴത്തെ ഒരു ജനറേഷനിലേക്ക് വരുംതോറും ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. നമ്മളെ പഴയ പോലത്തെ ഒരു പച്ചപ്പില്ല. അതുപോലെ തന്നെ ചൂട് കൂടുതലാണ്. കാലാവസ്ഥ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോ എന്താ പറയാ, ഇപ്പൊ പൂക്കളാണ്. ഇപ്പൊ നമ്മുടെ കൊന്നപ്പൂവൊക്കെ സാധാരണ വിഷുവിന്റെ സമയം ആ ഒരു ടൈം ആകുമ്പോഴായിരിക്കും പൂക്കുന്നത്. പക്ഷെ ഇപ്പൊ നോക്കിയാൽ തന്നെ പലപ്പോഴും പൂത്തിക്കുന്നതാണ്. പക്ഷെ ആ സമയം നമുക്ക് ആവശ്യമുള്ള സമയമാകുമ്പോഴേക്കും അത് കൊഴിഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ ഒരുപാട് കാലാവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുഴകൾ, ഇപ്പൊ ഭാരതപ്പുഴ തന്നെ ഒരു കാലത്ത് എങ്ങനെ ഒഴുകിയിരുന്നാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇപ്പൊ അതിൽ കൂടെ പോയി നമുക്ക് മണലല്ലാണ്ട് വേറെ ഒന്നും അതിൽ കാണാൻ സാധിക്കില്ല. ഇപ്പൊ മഴക്കാലത്ത് കൂടി തന്നെ മഴ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് കുറയുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഇത്രയും നല്ലൊരു കാലാവസ്ഥയും നല്ല പ്രകൃതിയിൽ നിന്നും നമ്മൾ ഇന്ന് എത്തിക്കുന്നത് വളരെ സത്യം പറഞ്ഞ ഒരു മോശം. അത് കേരളത്തിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മളൊക്കെ ജോലി തേടി മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകും. അവർ ജോലി തേടി ഇങ്ങോട്ടേക്ക് വരും. നമ്മുടെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലജ്ജ തോന്നും. കാരണം നമ്മൾ മലയാളികൾ പോയി ബിവറേജസിന്റെ ഫ്രണ്ടിൽ ക്യൂ നിൽക്കുന്നു, അതുപോലെ ബംഗാളികൾ പോയി ബാങ്കിന്റെ ഫ്രണ്ടിൽ ക്യൂ നിൽക്കുന്നു. അപ്പം ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലിയോടുമൊക്കെ ആത്മാർത്ഥത ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ചിലപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും. അങ്ങനെ ഒരു അവസ്ഥയും നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു വരുന്നത് നമ്മുടെ മലയാളികൾ ഒരു വൈറ്റ് കോളർ ജോബിലേക്ക് ആശ്രയിക്കുകയാണ്. അപ്പൊ നമ്മുടെ സാമ്പത്തിക അവസ്ഥ ശരിക്കും മറ്റുള്ള ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാം അല്ലെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാള ഭാഷ അധപതിച്ചു വരുന്നു. കേരളത്തിന്റെ സംസ്കാരം തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നത് നമ്മുടെ ഭാഷയിലൂടെയാണ്. എന്നാൽ ഇംഗ്ലീഷ് മീഡിയങ്ങളുടെ കടന്നുവരവും പിന്നെ വിദേശ ശക്തികൾക്ക് നമ്മുടെ സംസ്ഥാനത്തിന്മേലുള്ള സ്വാധീനമല്ല മൂലം നമ്മുടെ ഭാഷ അധിപതിക്കുകയാണ്. 15ാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛൻ നമുക്ക് സ്വന്തമായിട്ടൊരു ഭാഷ ഉണ്ടാക്കി. പക്ഷെ ഇന്നത്തെ കാലത്ത് ആ ഭാഷയുടെ വില ആരും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നില്ല. ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിക്കുന്നതെന്ന് ഒരു വ്യക്തിക്ക് മറ്റൊരാളോട് പറയാൻ പറ്റും.
എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാൻ CBSE അല്ലെങ്കിൽ ICSE സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എന്ന് മറ്റുള്ളവരോട് പറയാനാണ്. കാരണം അത്രയ്ക്ക് അധപതിച്ചു പോയി നമ്മുടെ ഭാഷ. മലയാളം പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ ചുവയില്ലാതെ മലയാളം പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ തീർത്തും മാറ്റി നിർത്തപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കാരണം സമൂഹം അവനെ അത്രയ്ക്ക് അധിക്ഷേപിക്കുന്നു. റിയാലിറ്റി ഷോയുടെ കടന്നുവരവോടെ മലയാളം കുറിച്ച് അറിയാം എന്നൊക്കെ പറയുന്ന ഒരു ട്രെൻഡ് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. ഒരു ഹർത്താൽ വന്നു കഴിഞ്ഞാൽ അത് വീട്ടിലിരുന്ന് ആഘോഷിച്ച് തീർക്കാന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ജോലിയോടുള്ള ആത്മാർത്ഥത പോകുന്ന മാത്രമല്ല, ശരിയാണ് നമുക്ക് വിശ്രമം വേണം, പക്ഷെ എന്നാലും അക്രമങ്ങളും എല്ലാം കൂടി വരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുകയാണ്. പറയുന്ന മലയാളികളെ കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളും എല്ലാം പലതും ശരിയായിരിക്കാം, പക്ഷെ അതിനൊപ്പം തന്നെ ചില ഡിഫക്റ്റുകളും ഉണ്ട്. ഇപ്പം നമ്മൾ പത്രമാണെങ്കിലും ഏത് മാധ്യമം നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് പീഡനം അല്ലെങ്കിൽ കൊലപാതകം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് വെച്ചാൽ സമൂഹത്തിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിന് പ്രധാനമായി എനിക്ക് തോന്നിയ ഒരു കാരണം എന്ന് പറയുന്നത് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ വന്ന മാറ്റമാണ്. പണ്ടൊക്കെ ഒരു കുടുംബത്തിൽ നോക്കുകയാണെങ്കിൽ 10-15 ആൾക്കാരുണ്ട്, അപ്പൂപ്പനും അമ്മൂമ്മയും മക്കളും പേരക്കുട്ടികളും എല്ലാം സന്തോഷമായുള്ള കുടുംബമാണ്. പക്ഷെ ഇപ്പൊ ഒക്കെ എന്ന് പറയുന്നത് അണുകുടുംബത്തിലേക്കുള്ള മാറ്റം, അത് ഇപ്പം കേരളത്തിന്റെ ആ ഒരു ഭാവിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും മറ്റൊരു നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ് മലയാളികളുടെ ആർഭാട ജീവിതം. ഇപ്പൊ ആർഭാടകരമായ വീടുകൾ വയ്ക്കുന്നവരുണ്ട്, അതും അല്ലെങ്കിൽ ആർഭാടകരമായ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് സാധാരണ ആൾക്കാർ പോലും അവർക്ക് അതിനുള്ള അവസ്ഥ, അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തവർ പോലും അതിനെ അങ്ങ് ഒരുപാട് അങ്ങ് പൊലിമപ്പെടുത്തി കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് വട്ടം നമ്മൾ തന്നെ പേപ്പറിൽ വായിക്കുന്നുണ്ട്, അതുപോലെ ടിവിയിൽ നമ്മൾ തുറന്നു കഴിഞ്ഞപ്പോ എന്തായാലും ഒരാളെ വെട്ടിക്കൊന്നു. ഇപ്പോ എന്ന് പറഞ്ഞാൽ പലരും ഇതൊരു തൊഴിലായി സ്വീകരിച്ചേക്കാണ്. ഇപ്പോ ഈ പാർട്ടികളിൽ തന്നെ അവർക്ക് ശത്രുക്കൾ അവരെ നികത്താൻ വേണ്ടി അവരിങ്ങനെ ഗുണ്ടകളുടെ സഹായം തേടുന്നു. അപ്പൊ അവര് പൈസ കൊടുക്കുമ്പോൾ അവരിങ്ങനെ ഒരാളെ കൈ വെട്ടുന്നു അല്ലെങ്കിൽ കാല് വെട്ടുന്നു. അപ്പൊ അത് നമ്മുടെ സമൂഹത്തില് കുറച്ചു കാലമായിട്ട് നമ്മളത് കണ്ടുവരുന്നതാണ്. ഇപ്പോൾ മലയാളിക്ക് ഇപ്പൊ അതിൽ അതിശയമൊന്നുമില്ല. അതിപ്പോ പേപ്പർ വായിക്കുമ്പോൾ ഒരു സാധാരണ ഒരു വാർത്ത വായിക്കുന്ന രീതിയിലാണ് അതും വായിച്ചു പോകുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ 60ാമത്തെ വയസ്സിലൊരു സമ്മാനം തന്നെയാണ് ഈ പറയുന്ന ഗുണ്ടാ വിളയാട്ടം എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മുടെ കേരളത്തിൽ ഇപ്പം ധാരാളമായിട്ട് ആത്മഹത്യകൾ വർദ്ധിച്ചു വരിക, കൂട്ട ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നു. അതായത് ഇപ്പൊ നമുക്കറിയാം ചെറിയ കുട്ടികൾ മുതൽ വലിയ കർഷകർ ആത്മഹത്യ വരെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൂടാതെ ചെറിയ കുട്ടികളുടെ വരെ എന്തെങ്കിലും ചെറിയ പ്രശ്നം, സ്കൂളിലെ ചെറിയ പ്രശ്നം, അല്ലെങ്കിൽ വീട്ടിൽ പേരൻസ് എന്തെങ്കിലും വഴക്ക് പറഞ്ഞു, അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മളിപ്പോ കേൾക്കുന്ന മുഴുവനും ഈ ആത്മഹത്യകളെ കുറിച്ചാണ്. വികസനമാണെങ്കിൽ പോലും വ്യക്തികളുടെ വികസനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസനങ്ങൾ നടക്കുന്നില്ല. ഉദാഹരണത്തിന് റോഡുകളൊക്കെ എടുക്കുവാണെങ്കിലും അത് ഇങ്ങനെ കിടക്കുക എന്ന് വെച്ചാൽ നമ്മൾ ആർഭാടത്തിന്റെ കാര്യമാണെങ്കിലും പറഞ്ഞു നമ്മൾ വെസ്റ്റേൺ സ്റ്റൈൽ ഒരുപാട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് വേണ്ട പല കാര്യങ്ങളും മലയാളികൾ തേടി പോകുന്നില്ല, അല്ലെങ്കിൽ അത് നമുക്ക് വേണ്ടുന്ന ജനങ്ങൾക്ക് വേണ്ടുന്ന പല കാര്യങ്ങളും അവര് സർക്കാരാണെങ്കിൽ പോലും ചെയ്തു തരുന്നില്ല, നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. ശരിക്കും താങ്കൾ പറയുന്നത് നമ്മുടെ പരിസ്ഥിതിയാണെങ്കിലും നമ്മുടെ റോഡുകളാണെങ്കിലും എല്ലാം എന്താ പറയാ, എല്ലാം അങ്ങ് കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ്. നമുക്ക് തന്നെ വളരെ നാണക്കേട് തോന്നാറുണ്ട് പലപ്പോഴും ഈ റോഡുകളൊക്കെ കാണുമ്പോൾ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് നദികളൊക്കെ ആണെങ്കിലും മുഴുവനും എന്താ പറയാ മലിനപ്പെട്ട് കിടക്കുന്നു. നമുക്ക് നല്ലൊരു കുടിവെള്ളം പോലും ലഭിക്കാനായിട്ടില്ല. അപ്പൊ അതൊക്കെ നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ നമ്മുടെ ഭരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ഒരു പോരായ്മ, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട വികസനങ്ങൾ ചെയ്യാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് നമുക്ക് പറയാം. അതോടൊപ്പം ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ പ്രമുഖനായ ഒരു ജഡ്ജി നമ്മുടെ കേരളത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്. അതായത് ശരിക്കും നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇന്ത്യക്കാരെന്ന് പറയുന്നത് മലയാളികളാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ കാരണം പറയുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളാണെങ്കിലും, അതുകൂടാതെ സമത്വം, അതായത് സ്ത്രീ പുരുഷ സമത്വം ആണെങ്കിലും, അതുകൂടാതെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളാണെങ്കിലും അതെല്ലാം ശരിക്കും ഇതിന്റെ ഒരു കാരണങ്ങൾ തന്നെയാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന്റെ ഒരു കാരണം തന്നെയാണെന്ന് നമുക്ക് പറയാം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ആത്മീയപരമായ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും കുറെ കൂടി പക്വത പാലിക്കുന്നവരാണ് മലയാളികൾ എന്ന് പറയുന്നത്. ആത്മീയ കാര്യങ്ങളിൽ കുറെ കൂടി തൽപരരാണ് മലയാളികൾ. ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് വരികയാണെങ്കിൽ ആത്മീയ കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആത്മീയ കാര്യങ്ങളിൽ മാറ്റം വന്ന് ശരിക്കും വർഗീയതയിലേക്ക് നമ്മുടെ മലയാളികൾ, നമ്മുടെ യുവത്വം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. അപ്പൊ അതിലൊക്കെ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആത്മീയമായ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം. അതുകൂടാതെ നമുക്ക് പറയുകയാണെങ്കിൽ താരാരാധനയെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളികളുടെ താരാരാധന ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശരിക്കും നാണക്കേടാണെന്ന് പറയുകയാണെങ്കിൽ. അതായത് ഒരു പരിധി വരെ നമ്മൾ ആരാധിക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ട
താരാവേറെ നമ്മൾ ആരാധിക്കണം. പക്ഷെ ഇത് ഒരുപാട് കൂടി കഴിയുമ്പോഴത്തേക്കും അത് നമുക്കൊരു എന്താ പറയാ എല്ലാവരും ആഘോഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഈ എന്താ പറയാ കോമാളിത്തരങ്ങൾ ആഘോഷിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും. അപ്പൊ അങ്ങനെയുള്ള ഒരു താരാരാധനയാണെങ്കിലും അല്ലെങ്കിൽ ആത്മീയപരമായ കാര്യങ്ങളാണെങ്കിലും മലയാളികൾ എപ്പോഴും പക്വത പാലിച്ച് അതിലൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറെ കൂടി അഭിമാനിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ കാണാനായിട്ട് സാധിക്കും. ശരിക്കും ഈ ഒരു അവസരത്തിൽ നമ്മുടെ കേരളത്തെക്കുറിച്ച് ഉള്ള ഒരു കവിവചനം ഞാൻ ഓർത്തു പോവുകയാണ്. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാൽ ജ്വലിക്കണം ചോര ഞരമ്പുകളിൽ എന്ന കവിവചനം ഞാൻ ഓർത്തു പോവുകയാണ് ഈ അവസരത്തിൽ. നമ്മുടെ ഈ കേരളത്തിന്റെ പച്ചപ്പും അതുപോലെ സൗന്ദര്യവും എല്ലാം നമുക്ക് ഈ യുവതലമുറയുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് യൂത്ത് സെൽഫിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു.